ആക്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന 5 സപ്ലിമെൻറ്റ്സ് നോക്കിയാലോ. അതിൽ ആദ്യത്തേന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് ഡെഫിഷ്യൻസി ഉള്ള ആളുകളിൽ കൂടുതലായിട്ടും ഇൻഫ്ലെയിംഡ് ആക്നീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിങ്ക് എടുക്കുന്ന കാരണം നമുക്ക് ആക്നെ കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി ഓവറോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെയും അതുപോലെ തന്നെ ഹെയറിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തേന്ന് പറയുന്നത് പ്രോബയോട്ടിക് ആണ്. പ്രോബയോട്ടിക് എന്ന് പറയുന്നത് നമ്മുടെ ഗട്ടിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ്. ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നാലാമത്തത് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ്. ഇത് ഇൻഫ്ലമേഷൻ കുറയ്ക്കും, അതുപോലെ തന്നെ ആക്നെ റെഡ്യൂസ് ചെയ്യും, നമ്മുടെ ഓവറോൾ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അഞ്ചാമത്തേന്ന് പറയുന്നതാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. സോ വൈറ്റമിൻ എ നമ്മൾ ഇന്റേണലി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇത് ഏതൊക്കെ സപ്ലിമെന്റ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കുറവുള്ളത് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉള്ളതെന്ന് അറിഞ്ഞതിന് ശേഷം ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സപ്ലിമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. കാരണം ഏതൊരു സപ്ലിമെന്റ് ആണെങ്കിലും അതിൻ്റെ ഡോസേജ് നമുക്ക് ആവശ്യത്തിലധികം എടുക്കുകയാണെങ്കിൽ നമുക്ക് ദോഷഫലങ്ങൾ ഉണ്ടാവും.